ആള് പറഞ്ഞു കുറച്ച് പുളി വെക്കാൻ പറഞ്ഞു. പുളി വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യണേന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കുറച്ച് ഒരു 1.5 മെഹന്തിയാണ്, ഇപ്പോഴെങ്ങും ഉണങ്ങത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ വല്ല ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണോന്ന്. ഇത് ചമ്മന്തി അല്ല, ഇത് നല്ല മൈലാഞ്ചിയുടെ ഇല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ചെന്നൈയിൽ നിന്ന് എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒന്ന് ഇടണം, പിന്നെ ഭയങ്കര പെർഫെക്റ്റായി ഒഫീഷ്യലി ഒക്കെ ഇടാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇനി ആ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഈ 2026 പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അപ്പോഴും മാത്രമല്ലേ നമുക്ക് ഇടാനൊരു സ്പിരിറ്റ് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ മൈലാഞ്ചി അരച്ചൊക്കെ ആരെങ്കിലുമൊക്കെ തരുമ്പോൾ നമ്മളിങ്ങനെ ഇടുമല്ലോ. ദുബായിൽ വന്നതിന് ശേഷം ഞാൻ ഓൾമോസ്റ്റ് 30 years ആയി ദുബായിൽ സെറ്റിൽഡ് ആയിട്ട്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ റെയറായിട്ടാണ്. എന്നാലും കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന പണ്ട് റാഷിദിയിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മൈലാഞ്ചിയുടെ ഇലയുണ്ട്. എൻ്റെ ഒരു അങ്കിളുണ്ട് അവിടെ റാഷിദിയിൽ. അപ്പോൾ ആളോട് പറഞ്ഞിങ്ങനെ മൈലാഞ്ചിയുടെ ഇല ഇങ്ങനെ സെറ്റാക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് പുള്ളിക്കാരി സർപ്രൈസ്ഡ് ആയിട്ട് ഇന്ന് എനിക്ക് ഈ മൈലാഞ്ചിയുടെ ലീഫ് ഒന്നും തന്ന, ആളുടെ മദർ തന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് പറഞ്ഞു കുറച്ച് പുളി വെക്കാൻ പറഞ്ഞു. പുളി വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യണേന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കുറച്ചൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് കൂടെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പുളിയും പിന്നെ അതിൻ്റെ കൂടെ ഇത് നമ്മുടെ സാധാരണ പുളിയാണ്. ഇതിൻ്റെ പേര് എന്ത് പുളിയാ? കുടംപുളിയല്ല, അല്ലാത്ത സാധാരണ പുളിയൊക്കെ പുളി വെച്ചിട്ടുണ്ട്. ദെൻ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടു കുറച്ച് ഷുഗർ ആഡ് ചെയ്യാൻ. ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ച് ഗ്രാമ്പ്, ഇതൊക്കെ നല്ല കളർ വരും എന്നാണ് പറയുന്നത്. കുറച്ച് വെള്ളം കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെ വരും എന്നുള്ളത്. ഇതിൻ്റെ കളറും ഇതിൻ്റെ റിസൾട്ടും ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ എടുക്കുന്നുണ്ടേ. ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കട്ടെ. സംഭവം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇത് അരയ്ക്കുമ്പോൾ. ഞാൻ സുജാതയുടെ മിക്സി യൂസ് ചെയ്യണേ. അതെന്താ ഇത്ര സൗണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇനി പുളി കിടന്നിട്ടാണോ ഈ സൗണ്ട് എന്നറിയില്ല. പിന്നെ ഇപ്പോൾ രാത്രി ആസ് യൂഷ്വൽ ഒരു 12 മണി ആയിട്ടുണ്ട്. നട്ടപ്പാതിരാത്രിക്കാണ് എനിക്ക് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ സമയം കിട്ടാറ്. അപ്പം അതുകൊണ്ടാവാം ഈ സൗണ്ട് ഒന്ന് പ്രശ്നമാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്, എല്ലാം അരിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഞാനൊന്ന് സമാധാനത്തിൽ ഫോൺ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്നാലല്ലേ നമുക്കിങ്ങനെ കട്ടിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഐ തിങ്ക് ദിസ് ഇസ് ഓക്കെ ഡൺ. ഫൈനലി നമുക്ക് നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കയ്യിൽ വെച്ച് കിടന്ന് നാളെ രാവിലെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെ ഒരു ക്ലിങ് ഫിലിം എടുത്ത് എൻ്റെ കൈ കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. നമ്മുടെ നോർമൽ മെഹന്തി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, ഗ്ലൗസ് ഇട്ടിട്ട് കിടക്കാം. പക്ഷേ ഇത് ഒരു 1.5 മെഹന്തിയാണ്, ഇപ്പോഴെങ്ങും ഉണങ്ങത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുറേ വർഷമായാലും ഇങ്ങനെ ഇട്ടിട്ട്. ദെൻ ഇനി ഒരു പ്ലാസ്റ്റിക് കവറിൽ കൈ ഇതാക്കി വെച്ചിട്ട് കിടക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ബിക്കോസ് ഓൾറെഡി ബെഡ്ഷീറ്റ് നല്ല പ്യോർ വൈറ്റ് ഇന്ന് ബെഡിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഈസ് എ ഗുഡ് ഐഡിയ ആണെന്ന് തോന്നുന്നു. നാളെ രാവിലെ എണീറ്റിട്ട് നോക്കാം ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് കേട്ടോ. തൽക്കാലം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ രാവിലെ ഡാൻസ് ക്ലാസ്സിന് ഇറങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മൈലാഞ്ചി കുറച്ചൊന്ന് സ്പ്രെഡായിട്ടുണ്ട്. ബട്ട് ആ നമ്മൾ ചെറുതിലേക്ക് മൈലാഞ്ചി ഇടുമ്പോൾ ആ ഒരു ട്രഡീഷണൽ എന്നൊക്കെ പറയില്ല, ആ ട്രഡീഷണൽ കളറ് ഇപ്പൊ ഇടുമ്പോൾ എല്ലാം ഒരു ഡാർക്ക് മെറൂൺ ബ്ലാക്ക്, ഒരു ആർട്ടിഫിഷ്യൽ ഫീലാണല്ലേ. അപ്പൊ ആ ഒരു കളർ ഇതിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി അടുത്ത കയ്യിലൂടെ ഇടണം. ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. കുറേ നാളിന് ശേഷം, ഒരു 10-20 വർഷത്തിന് ശേഷം തന്നെ പറയാം, മൈലാഞ്ചി അരച്ച കയ്യിലിട്ടു. ആൻഡ് ആ ഒരു നാച്ചുറൽ കളറും അതിനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇല പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി.